Welcome to Psycho Learning. I am Khadija, Psychology Postgraduate. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ 2-ലുള്ള സയൻസ് ഓഫ് മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ സൈക്കോളജിയിൽ സെമസ്റ്റർ 2-ലെ മേജർ പേപ്പറാണ് സയൻസ് ഓഫ് മെന്റൽ പ്രോസസ് എന്നുള്ളത്. അപ്പം അതിൽ ഫസ്റ്റ് യൂണിറ്റ് 1-ൽ നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു കോഗ്നിറ്റീവ് സൈക്കോളജി, അതുപോലെ തന്നെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന കുറച്ച് മേജർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കോഗ്നിറ്റീവ് സൈക്കോളജി, അതായത് കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണ്, കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്തൊക്കെ കോമ്പണൻസ് ആണ് വരുന്നത്, എന്തൊക്കെ ഡൊമൈൻസ് ആണ് വരുന്നത്, പിന്നെ കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സൈക്കോളജിയിൽ, അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ആസ് വി ഓൾ നോ, സൈക്കോളജി എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, ദാറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ മൈൻഡ് ആൻഡ് ബിഹേവിയർ. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് സയന്റിസ്റ്റുകളും അതേപോലെ തന്നെ നമ്മൾ പഠിച്ചു വരുന്ന രീതിയിൽ ഒരുപാട് ബ്രാഞ്ചസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ മേജർ ആയിട്ടുള്ളതാണ് അബ്നോർമൽ സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, സോഷ്യൽ സൈക്കോളജി, അങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അതിൽ മേജർ ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് തന്നെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആദ്യം കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ളത് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ നമുക്ക് കോഗ്നിഷൻ എന്താണെന്ന് നോക്കാം. കോഗ്നിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് നോയിങ് അല്ലെങ്കിൽ അക്വയറിങ് നോളജ്. നമുക്ക് കിട്ടുന്ന ഒരു നോളജ് അല്ലെങ്കിൽ ഒരു സ്റ്റിമുലയിൽ നമ്മൾ എങ്ങനെയാണ് ഇൻഫോർമേഷൻ അക്വയർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, എങ്ങനെയാണ് ഒരു കാര്യം നമ്മൾ അറിയുന്നത്, ഇതിനെയാണ് നമ്മൾ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്യുന്നത്. അതായത് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് നോയിങ് ആൻഡ് അക്വയറിങ് നോളജ്. ആൻഡ് കോഗ്നിഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ് അൾഡ്രിക് നെയ്സർ. അൾഡ്രിക് നെയ്സർ ഇസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. അപ്പം അദ്ദേഹം കോഗ്നിഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. That is, the term cognition refers to all process by which the sensory input is transformed, reduced, elaborated, stored, recovered and used. അതായത് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ കൊഗ്നിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻസറി ഇൻപുട്ടിന്, അതായത് ഒരു സെൻസറി സ്റ്റിമുലേ, അതായത് ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു ടേബിളിൽ ഒരു ആപ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കാണുന്നത് അതൊരു സെൻസറി പ്രോസസ് ആണ്. അപ്പൊ ആ സെൻസറി ഇൻപുട്ട് എന്ന് പറയുന്നത് ആ ഒരു സൈറ്റ് ഓഫ് ദാറ്റ് ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ കാണുന്നതാണ്. ആ ഒരു സെൻസറി ഇൻപുട്ട്, ആ ഒരു ആപ്പിൾ കാണുന്നത് സെൻസറി ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റിമുലേനെ നമ്മൾ എടുക്കുന്നതാണ്, അതായത് വിഷ്വൽ സ്റ്റിമുലേനെ നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. ആ സെൻസറി ഇൻപുട്ട് എങ്ങനെയാണ് ട്രാൻസ്ഫോം ആവുന്നത്? ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെൻസറി സ്റ്റിമുലേനെ നമ്മളെ ബ്രെയിൻ എടുക്കുന്നത് ന്യൂറൽ സിഗ്നൽ ആക്കി മാറ്റിയിട്ടാണ്. അപ്പൊ ഈ ഒരു ന്യൂറൽ സിഗ്നൽ ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് സെൻസറി ഇൻപുട്ട് ട്രാൻസ്ഫോം ആവുന്നത്, ന്യൂറൽ സിഗ്നൽ ആയിട്ട് മാറുന്നത്, പിന്നെ എങ്ങനെയാണ് സെൻസറി ഇൻപുട്ടിനെ നമ്മൾ എന്താ പറയാ പ്രോസസ് ചെയ്യുന്നത്, ആ ഒരു സെൻസറി ഇൻപുട്ടിനെ ന്യൂറൽ സിഗ്നൽ ആക്കിയിട്ട് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ അതിനെ പ്രോസസ് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് അതിനെ എന്താ പറയാ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്, പിന്നെ അതിൽ നിന്ന് കിട്ടുന്നുള്ള ഇൻഫോർമേഷൻ നമ്മുടെ മെമ്മറിയിലോട്ട് എങ്ങനെയാണ് സ്റ്റോർ ആവുന്നത്, പിന്നെ ആ ഒരു നോളജ് അല്ലെങ്കിൽ ആ ഒരു മെമ്മറി നമുക്ക് പിന്നീട് ആവശ്യമുള്ള സമയത്ത് എങ്ങനെയാണ് അത് റിക്കവർ ആവുന്നത്, പിന്നെ ഒരു ഫ്യൂച്ചർ സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിനെ യൂസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം ഈ എല്ലാ പ്രോസസ്സുമാണ് നമ്മൾ കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ എല്ലാ മെന്റൽ എബിലിറ്റീസും കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. അതായത് കോഗ്നിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻ അംബ്രല ടേം എന്ന് നമുക്ക് പറയാം. അതായത് ആ ഒരു വലിയ ടേമിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, അതായത് ഒരുപാട് മെന്റൽ പ്രോസസ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. നമുക്ക് കോഗ്നിഷനെ വേണമെങ്കിൽ ഇങ്ങനെയും പറയാം, ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് മെന്റൽ എബിലിറ്റീസ് എന്ന് നമുക്ക് പറയാം. അപ്പം കോഗ്നിഷനിൽ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ അൾഡ്രിക് നെയ്സറിന്റെ ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സോ അത് നോട്ട് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും. സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് പോകാം. അതായത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു കോഗ്നിറ്റീവ് സൈക്കോളജി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണ്, കോഗ്നിറ്റീവ് സൈക്കോളജിന്റെ ഡെഫിനിഷൻ എന്താണ്, പിന്നെ അതിൽ എന്തൊക്കെ ഡൊമൈൻസ് ആണ് വരുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെന്റൽ എബിലിറ്റീസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മെന്റൽ പ്രോസസ്. നമുക്ക് സിംപ്ലി ഒരു വൺ വേർഡിൽ പറയണമെങ്കിൽ പറയാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കൊഗ്നിഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അതിന്റെ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു സയന്റിഫിക് സ്റ്റഡി ആണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ആസ് ഇപ്പൊ നമുക്ക് കാണുന്നത് പോലെ തന്നെ ദാറ്റ് ഈസ് എല്ലാ മെന്റൽ എബിലിറ്റീസിനെയും നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട് ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ. എന്തൊക്കെ മെന്റൽ എബിലിറ്റീസ് ആണ് പറയുന്നത്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പെർസെപ്ഷൻ, attention, learning, memory, processing of spoken and written language, reasoning, problem solving, decision making,
തിങ്കിങ്, അങ്ങനെയുള്ള എല്ലാ മെന്റൽ എബിലിറ്റീസും നമ്മൾ ഈ ഒരു സയന്റിഫിക്കലി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ. അപ്പൊ ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള ടേം ഫസ്റ്റ് കോയിൻ ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അൾഡ്രിക് നേസർ ആണ്. സോ ഈസ് എ ഫേമസ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ്. അപ്പം അദ്ദേഹത്തിനെയാണ് നമ്മളുടെ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുന്നതും. ആൻഡ് നമ്മളിപ്പം സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ പറയുവാണെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാർ ഇൻഫർമേഷനെ പെർസീവ് ചെയ്യുന്നത്, അതായത് ഒരു സ്റ്റിമുലേനെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെൻസറി ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പെർസീവ് ചെയ്യുന്നത്, പിന്നെ അതിനെ എങ്ങനെയാണ് റിമെമ്പർ ചെയ്ത് വെക്കുന്നത്, പിന്നെ എങ്ങനെയാണ് ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്, പിന്നെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പ്രോപ്പറായിട്ട് റീസൺ ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അതിന്റെ പല ആസ്പെക്ട്സും നോക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്യുന്ന ഒരു സയന്റിഫിക് ഡിസിപ്ലിൻ ആണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മുടെ പെർസെപ്ഷൻ, റീസണിങ്, റിമെമ്പറിങ്, ഇങ്ങനെയുള്ള എല്ലാ മെന്റൽ പ്രോസസ്സിന്റെയും ഒരു സ്റ്റഡിയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് നെക്സ്റ്റ് കോമ്പണൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി നോക്കാം. സോ കോമ്പണൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ബ്രാഞ്ചിൽ നമ്മൾ എന്തൊക്കെ പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറെ നമ്മുടെ മെന്റൽ എബിലിറ്റീസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്തൊക്കെ മെന്റൽ എബിലിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്, എന്തൊക്കെ മെന്റൽ എബിലിറ്റീസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ കോമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the processes included in cognitive psychology നമുക്ക് സിംപ്ലി പറയാം. സോ അതിൻ്റെ അകത്ത് മേജർ ആയിട്ട് വരുന്ന പ്രോസസ്സാണ് പെർസെപ്ഷൻ വരുന്നുണ്ട്, അറ്റൻഷൻ വരുന്നുണ്ട്, മെമ്മറി വരുന്നുണ്ട്, തിങ്കിങ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, പിന്നെ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. പിന്നെ ഇത് കൂടാതെ തന്നെ വേറെയും ഒരുപാട് കാര്യങ്ങൾ, ലേണിംഗ്, ഇതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ കോഗ്നിഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് നമ്മൾ പെർസെപ്ഷൻ എന്താന്ന് പറയാം. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുവാണെങ്കിൽ നമ്മൾ സെൻസറി ഇൻപുട്ടിനെ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതായത് ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെൻസറി സ്റ്റിമുലേ, അതാണ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു എന്താ പറയാ, ഒരു ഗോട്ടിന്റെ ഒരു ഹെർഡ്, അതായത് ഒരു കുറെ ആടുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇമേജ് നമ്മുടെ മൈൻഡിലോട്ട് എടുക്കുന്നത്, എങ്ങനെയാണ് അതിൽ നിന്നൊരു ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്നത്, ഓക്കെ അത് ഒരു കൂട്ടം ആടുകൾ നിൽക്കുന്നതാണ്, ഇങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് എങ്ങനെയാണ് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, അതാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ വരുന്നത്. പിന്നെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് വി ഓൾ നോ, അറ്റൻഷൻ എന്ന് പറയുന്നത് കോഗ്നിഷനിൽ മെയിൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ്. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് സ്റ്റിമുലി ഉണ്ട്. അതായത് ഇപ്പം നമ്മളിപ്പം വെറുതെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ, ഒരു ക്രൗഡിന്റെ ഇടയിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മുടെ ചുറ്റും ഒരുപാട് സ്റ്റിമുലി ഉണ്ട്. അപ്പം ഈ എല്ലാ സ്റ്റിമുലേനെയും നമ്മൾ അറ്റൻഡ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാ സ്റ്റിമുലേനെയും നമ്മൾ ബ്രെയിനിലോട്ട് എടുക്കുക എന്നുള്ളത് പറയുന്നത് ഒരു ഭയങ്കര ടാസ്ക് ആണ്, അതായത് ഭയങ്കര ഹെക്റ്റിക് ആണ്. അതുപോലെ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ സെൻസറി മെമ്മറി എന്നാൽ നമ്മുടെ സെൻസറി ഇൻപുട്ട് ഒക്കെ നമ്മുടെ സെൻസറി മെമ്മറിയിലോട്ടാണ് ഫസ്റ്റ് പോകുന്നത്. ആ ഒരു സെൻസറി മെമ്മറിക്ക് എന്താ പറയുക, ലിമിറ്റഡ് കപ്പാസിറ്റി ആണുള്ളത്. അപ്പൊ ഒരുപാട് ഇൻഫർമേഷൻ അറ്റ് എ ടൈം വന്നു കഴിഞ്ഞാൽ എന്താ അവിടെ ഓവർലോഡിങ് വരും, പിന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പെർസീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റൻഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്താ പറയാ, എപ്പോഴും ഏത് സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സെലക്ട് ചെയ്തിട്ട് അതിലോട്ട് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അൺനോയിങ്ലി നമ്മൾ എപ്പോഴും നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനിലോട്ടാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുന്നത്. സോ അത് നമ്മളെ എന്താ പറയാ, കോഗ്നിറ്റീവ് ലോഡ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കോഗ്നിറ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് ഇൻഫർമേഷൻ അറ്റ് എ ടൈം നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ലോഡ് ആവും കോഗ്നിഷൻ, ഒരുപാട് കോഗ്നിറ്റീവ് പ്രോസസ് അവിടെ നടത്തേണ്ടി വരും. അപ്പൊ നമുക്ക് എന്താ പറയാ, കറക്റ്റ് ആയിട്ട് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല, അതായത് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പെർസീവ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ ഇസ് മെമ്മറി. മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഓഫ് അക്വയറിങ് നോളേജ്, പിന്നെ അതിനെ സ്റ്റോർ ചെയ്യുക, പിന്നെ അതിനെ ലേറ്റർ ഓൺ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുള്ള സമയത്ത് അതിനെ യൂസ് ചെയ്യുക, ഇതാണ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ മെമ്മറിനെ കുറിച്ചും കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെമ്മറി, അല്ലെങ്കിൽ മെമ്മറി ഫോർമേഷൻ, മെമ്മറി സ്റ്റോറിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ മെമ്മറി ആസ് വി ഓൾ നോ, മെമ്മറിക്ക് മെയിൻ ആയിട്ട് രണ്ട് കൈൻഡ് ഓഫ് മെമ്മറിയാണ് ഉള്ളത്, ഷോർട്ട് ടേം മെമ്മറി ആൻഡ് ലോങ് ടേം മെമ്മറി. നെക്സ്റ്റ് വൺ ഇസ് തിങ്കിങ് ആൻഡ് റീസണിങ്. തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ ഇൻഡിവിജ്വൽസും
ഡെയിലി ബേസിസ് എവറി ടൈം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ പോകുന്നുണ്ടാവും. ദാറ്റ് ഈസ് വിച്ച് മീൻസ് ദാറ്റ് വി ആർ തിങ്കിങ് അബൌട്ട് സംതിങ്. നമ്മൾ പല കാര്യങ്ങളെ കുറിച്ചും പല പോയിന്റിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം തിങ്കിങ് എന്നുള്ള ഒരു പ്രോസസ്സും കോഗ്നേറ്റീവ് സൈക്കോളജിയിലാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും നമ്മൾ അതിനെ എന്താ പറയുക ഇലാബറേറ്റ് ചെയ്യുന്നതും. ആൻഡ് റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിംപ്ലി റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ കുറിച്ച് അതിനെ പല രീതിയിൽ അതിനെ കാണുകയും അതേപോലെ തന്നെ അതിന് എങ്ങനെയാണ് നമ്മൾ കൺക്ലൂഷൻസ് എടുക്കുക, പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജഡ്ജ്മെന്റ്സ് ഉണ്ടാക്കുക, പിന്നെ എന്തെങ്കിലും എന്താ പറയുക സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ റീസണിങ് വരിക. റീസണിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. അതായത് നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുക. ജസ്റ്റ് ഒരു കാര്യത്തെ എന്താ പറയുക നമ്മുടെ സെൻസറി മെമ്മറിയിലോട്ട് എടുത്ത് നമ്മൾ അതിനെ കണ്ടുവിടാണ്ട് പെർസീവ് ചെയ്ത് വിടാണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും അതിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ജഡ്ജ്മെന്റ്സ് ഉണ്ടാക്കുന്നതിനെയൊക്കെയാണ് നമ്മൾ റീസണിങ് എന്നുള്ളൊരു പ്രോസസ്സിൽ പറയാം. അപ്പം നമ്മൾ എല്ലാവരും റീസണിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. അപ്പൊ അതും ഈ ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇസ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അപ്പൊ നമുക്കറിയാലേ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വളരെ എന്താ പറയാ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷന് മാത്രമല്ല, നമ്മൾ നോളജ് അക്വയർ ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും അതിനെ സ്റ്റോർ ചെയ്യാനും ഒക്കെ നമ്മൾ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ കൊഗ്നിഷൻ ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ നടത്തുന്നത്, പിന്നെ ലാംഗ്വേജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീച്ച് പ്രൊഡക്ഷൻ, എങ്ങനെയാണ് നമ്മൾ ലാംഗ്വേജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുമ്പോൾ ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ വേർഡ്സ് ഫോം ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് കോംപ്രഹെൻഷനും പ്രൊഡക്ഷനും പിന്നെ ഇതിനെ എഫക്ട് ചെയ്യുന്ന ബ്രെയിൻ ഏരിയാസ് ഉണ്ട് അല്ലെ, ബ്രോക്കസ് ഏരിയ, വേർണിക്കസ് ഏരിയ, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഇതേപോലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. Then is problem solving and decision making. ഇത് നമുക്ക് എന്താ പറയുക വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സർവൈവൽ സ്കില്ല് കൂടിയാണ് പ്രോബ്ലം സോൾവിങ്, അതേപോലെ തന്നെ ഡെസിഷൻ മേക്കിങ്ങും. അപ്പൊ ഇത് മെയിൻ ആയിട്ട് നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്. അതായത് നമ്മുടെ മെന്റൽ എബിലിറ്റീസ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അതായത് പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെന്റൽ എബിലിറ്റീസ് ആവശ്യമുണ്ട് അല്ലെ. നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്, മെമ്മറി ആവശ്യമുണ്ട്, പിന്നെ നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ റീസണിങ്, ഇങ്ങനത്തെ കേപ്പബിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ് ചെയ്യുന്നത്. അതായത് ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കുറെ ആസ്പെക്ട്സ് ചിന്തിച്ചുകൊണ്ട് അതിനൊരു പ്രോപ്പർ ആയിട്ട് ഒരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്നത്. പിന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ മോർ ദാൻ വൺ ചോയ്സ് അറ്റ് എ ടൈം വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഇപ്പം ഒരു ഫുഡ് ചോയ്സിനെ കുറിച്ചാണ്, എന്ത് ഫുഡാണ് നമുക്കിപ്പോൾ കഴിക്കാൻ തോന്നുന്നത്, എന്ത് ഫുഡാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്, അപ്പൊ നമ്മൾ കുറച്ച് ചിന്തിച്ചൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ അതായത് ഒരുപാട് ചോയ്സസ് നിന്ന് വൺ ചോയ്സ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് അപ്പം വേണം എന്ന് തോന്നുന്നുള്ള ഒരു ചോയ്സ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് അല്ലെങ്കിൽ കോമ്പണൻസ് ആണ്. അതിനെയാണ് നമ്മൾ കോമ്പണൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ ഈ ഒരു കോമ്പണൻസിന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാ കോമ്പണൻസും അല്ലെങ്കിൽ ഈ എല്ലാ മോസ്റ്റ് ഓഫ് ദി കോഗ്നിറ്റീവ് പ്രോസസ്സും ഇന്റർ റിലേറ്റഡ് ആണ്. അതായത് ഇപ്പം മെമ്മറി എന്നുള്ളൊരു കോഗ്നിറ്റീവ് പ്രോസസ്സിൽ പെർസെപ്ഷൻ ഇൻക്ലൂഡഡ് ആണ്, അറ്റൻഷൻ ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അതായത് മെമ്മറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് പ്രോപ്പറേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് പെർസെപ്ഷൻ ആൻഡ് അറ്റൻഷൻ ഒക്കെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലാംഗ്വേജ് പ്രൊഡക്ഷനും ലാംഗ്വേജ് കോംപ്രഹെൻഷനും നമ്മുടെ മെമ്മറി, അറ്റൻഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോബ്ലം സോൾവിങ്ങിന് നമ്മുടെ റീസണിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ മെന്റൽ പ്രോസസ്സും ഇന്റർ റിലേറ്റഡ് ആണ്. അത് ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, അതൊരു എന്താ പറയുക ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോസസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ വേറെ 2-3 പ്രോസസ്സിന്റെ ഹെൽപ്പ് വേണം. അപ്പം നമുക്ക് പറയാൻ പറ്റും കോഗ്നിറ്റീവ് സൈക്കോളജിയിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഇന്റർ റിലേറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡൊമൈൻസ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി. സോ ഡൊമൈൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കോൺസെപ്റ്റ്സിലാണ് റിസർച്ച് നടക്കുന്നത്, എന്തൊക്കെ കോൺസെപ്റ്റ്സിൽ റിസർച്ച് നടന്നിട്ടാണ് നമ്മളെ കോഗ്നിറ്റീവ് സൈക്കോളജിയിലുള്ള എന്താ പറയുക കോൺസെപ്റ്റ്സും അതേപോലെ തന്നെ തിയറീസ് ഒക്കെ ഡെവലപ്പ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുന്നത്, ഇതാണ് ഡൊമൈൻസ് എന്നുള്ള ഒരു ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അപ്പൊ ഡൊമൈൻസ് ആൻഡ് കോമ്പണൻസിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോമ്പണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ എന്തൊക്കെ പ്രോസസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്, നമ്മൾ എന്തിനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്, അങ്ങനെയാണ് കോഗ്നിറ്റീവ്, അതായത് എന്തൊക്കെ മെന്റൽ എബിലിറ്റീസ് ആണ് കോഗ്നിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അംബ്രല്ല ടേമിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, അതാണ് നമ്മൾ കോമ്പണൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത്. പക്ഷെ ഡൊമൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഏരിയാസ് ഓഫ് റിസർച്ച് നമുക്ക് സിംപ്ലി പറയാം. അതായത് ഏതൊക്കെ ഏരിയാസിലാണ് സയന്റിസ്റ്റുകൾ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള ലേബലിൽ റിസർച്ച് നടത്തുന്നത്, ഏതൊക്കെ ഏരിയാസിൽ റിസർച്ച് നടത്തിയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ ഒരുപാട് സ്റ്റഡീസ് നടത്തുന്നു, അതേപോലെ തന്നെ ഒരുപാട് ഫൈൻഡിങ്സ് കൊണ്ടുവരുന്നതും, എന്തൊക്കെ ഏരിയാസിൽ റിസർച്ച് നടത്തിയിട്ടാണ് ന്യൂ തിയറീസ് ആൻഡ് എന്താ പറയാ ന്യൂ ഫൈൻഡിങ്സ് ഒക്കെ സയന്റിസ്റ്റുകൾ കൊണ്ടുവരുന്നത്. പിന്നെ ആൻഡ് ന്യൂ ഏരിയാസ് ഓഫ് റിസർച്ച്, അതായത് ന്യൂ പോസിബിലിറ്റീസ് ഏതൊക്കെ ഏരിയാസിലാണുള്ളത്. അതാണ് നമ്മൾ ഡൊമൈൻസ് ഓഫ് കൊഗ്നേറ്റീവ് സൈക്കോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ മേജർലി പറയുവാണെങ്കിൽ നമുക്ക് 12 ഡൊമൈൻസ് ആണ് ബേസിക്കലി ഉള്ളത്. അതാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് cognitive neuroscience, perception, thinking and concept formation, attention, representation of knowledge, consciousness, memory, imagery, language, developmental psychology, pattern recognition, human and artificial intelligence. ഇതാണ് നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ 12 ഡൊമൈൻസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഫസ്റ്റ് വൺ ആണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് ന്യൂറോ സയൻസ്. ഈ രണ്ട് ഏരിയാസ്, രണ്ട് മേജർ ബ്രാഞ്ചസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദറ്റ് ഈസ് ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നമ്മുടെ പിപിടിയിൽ കൊടുത്തതുപോലെ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ന്യൂറോളജിക്കൽ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് എക്സ്പ്ലനേഷൻ എടുക്കുന്നു. അതേപോലെ തന്നെ ന്യൂറോളജിക്കൽ സയന്റിസ്റ്റ് എന്താ പറയുക കോഗ്നിറ്റീവ് സൈക്കോളജി യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അതായത് നമ്മുടെ ഓരോ ബ്രെയിൻ പ്രോസസ്സും എന്തെല്ലാം ബ്രെയിൻ പ്രോസസ് ആണ് ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സിന്റെ പിന്നിൽ നടക്കുന്നത്. ഒരു കൊഗ്നിഷൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ അറ്റൻഷൻ അല്ലെങ്കിൽ എന്താ പറയുക ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കൊഗ്നിറ്റീവ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ ബ്രെയിൻ പ്രോസസ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ബയോളജിക്കൽ ബ്രെയിൻ പ്രോസസ്സ് ആണ് അവിടെ നടക്കുന്നത്, നമ്മുടെ ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് ആണ് സ്റ്റിമുലേറ്റ് ആവുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്നുള്ള ഒരു കൊളാബറേഷനിൽ നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഏരിയയിലുള്ള റിസർച്ച് ഒക്കെ ഇതിന്റെ ബേസിലാണ് നടക്കുന്നത്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ രണ്ട് മേജർ ഏരിയാസും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് എന്താ പറയാ ന്യൂ ഫ്യൂച്ചർ അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഏതൊക്കെ ഒരു മേജർ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ഏരിയയിൽ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ കോഗ്നേറ്റീവ് പ്രോസസ്സ് എഫക്റ്റ് ആവും, ഏതൊക്കെ കോഗ്നേറ്റീവ് പ്രോസസ്സിന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഫ്രണ്ടൽ ലോബിൽ ഇപ്പൊ എന്തെങ്കിലും ഒരാൾക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അയാളുടെ ഫ്രണ്ടൽ ലോബിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അയാളുടെ കോഗ്നേറ്റീവ് എബിലിറ്റീസിൽ ഏതൊക്കെ ഏരിയാസിൽ നല്ലപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ അയാൾക്ക് എന്താ പറയാ ഇനി ഫ്യൂച്ചറിൽ ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടാവും, ഫ്യൂച്ചറിൽ അയാൾക്ക് റീഹാബിലിറ്റേഷൻ ആവശ്യമുണ്ടാവും. അപ്പൊ അങ്ങനത്തെ മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഏരിയാസിലുള്ള റിസർച്ചിലൂടെ മനസ്സിലാവും. അപ്പൊ ഈ ഒരു ഏരിയയിലുള്ള റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്ലറിഷിംഗ് ആണ്. അപ്പം ഇത് നമുക്ക് എന്താ പറയുക ഈ ഒരു ഏരിയാസിലുള്ള റിസർച്ച് വഴിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ബ്രോക്കസ് ഏരിയ, വെർണിക്കസ് ഏരിയ, അതൊക്കെ ബ്രെയിനിലുള്ള റീജിയൻസ് ആണ്. ഈ റീജിയൻസിലൊക്കെ എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുക അല്ലെങ്കിൽ ഈ റീജിയൻസിലൊക്കെ എന്തെങ്കിലും ഒരു ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ മേജർ ആയിട്ട് അവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവും. അവർക്ക് ലാംഗ്വേജ് കോംപ്രഹെൻഷനും അതേപോലെ ലാംഗ്വേജ് പ്രൊഡക്ഷൻ, അതായത് അവർക്ക് സംസാരിക്കാനും അതേപോലെ തന്നെ ബാക്കി വേറെയുള്ള ആൾക്കാർ സംസാരിക്കുന്നത് മനസ്സിലാക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ളൊക്കെ കൺക്ലൂഷൻസ് വന്നിട്ടുള്ളത് ഈ ഒരു ഏരിയയിലുള്ള റിസർച്ചിലൂടെയാണ്. അപ്പം സിമ്പിൾ ആയിട്ട് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി ആൻഡ് എന്താ പറയാ ന്യൂറോളജി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ സയൻസ് നമുക്ക് പറയാം. അപ്പം ഇതിൽ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് ആണ് ഓരോ കോഗ്നിറ്റീവ് പ്രോസസ്സിലും ഇൻവോൾവ് ആയിട്ടുള്ളത്. അതേപോലെ നമുക്ക് തിരിച്ചും പറയാം, അതായത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സ് എടുക്കുന്ന സമയത്ത് ആ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ ബ്രെയിൻ ഏരിയാസ് ആണ് ഇതിൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസിലുള്ള റിസർച്ചസ് പോകുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡൊമൈൻ എന്ന് പറയുന്നത് പെർസെപ്ഷൻ ആണ്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെൻസറി സ്റ്റിമുലേ. ഒരു സെൻസറി സ്റ്റിമുലേനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക. അതായത് ഒരു സെൻസറി സ്റ്റിമുലേ, ഒരു സ്റ്റിമുലേ, എൻവയോൺമെന്റൽ സ്റ്റിമുലേനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ റിസീവ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിൽ നിന്ന് ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പെർസെപ്ഷനിൽ വരുന്നത്. അപ്പം പുതിയ നോളജ് അക്വയർ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിനെ മനസ്സിലാക്കാനും പെർസെപ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഇതിൽ നടക്കുന്ന റിസർച്ച് ഒക്കെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കുറച്ചും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവുക.
റെക്കഗ്നിഷൻ. പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷനോട് എന്താ പറയാ അടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് പെർസെപ്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് പറയാം, ഒരു ടേം ആണ് നമുക്ക് പറയാം. പാറ്റേൺ റെക്കഗ്നിഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ഹ്യൂമൻ ബീങ്സ് കാര്യങ്ങൾ കാണുന്നത്, അതായത് സെൻസറി സ്റ്റിമുലേനെ എടുക്കുന്നത് എന്താ പറയാ സിംഗിൾ സെൻസറി ഇവന്റ് ആയിട്ടല്ല നമ്മൾ ഓരോ സെൻസറി സ്റ്റിമുലേനെ എടുക്കുന്നത്. നമ്മൾ മീനിങ് ഫുൾ പാറ്റേൺസ് ആയിട്ടാണ് സെൻസറി സ്റ്റിമുലേനെ എന്താ പറയാ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്യൂർ ചെയ്യുന്നത്. അപ്പം പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർസെപ്ഷൻ ഓഫ് മീനിങ് ഫുൾ പാറ്റേൺ ഫ്രം സെൻസറി സ്റ്റിമുലേനെ മീനിങ് ഫുൾ പാറ്റേൺ ആയിട്ട് പെർസീവ് ചെയ്യുന്നതാണ്. ഇപ്പം ഇതിന് എക്സാമ്പിൾ പറയുവാണെങ്കിൽ വെൻ വി ആർ റീഡിങ്, സിംപ്ലി നമ്മൾ ഒരു ബുക്ക് വായിക്കുകയാണ്, ജസ്റ്റ് ഒരു പേപ്പർ എന്തെങ്കിലും ഒരു സാധനം വായിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ജസ്റ്റ് ലെറ്റേഴ്സിനെ അല്ല നമ്മൾ കാണുന്നത്, നമ്മൾ ലെറ്റേഴ്സ് കണക്ട് ചെയ്ത് അതിനെ വേർഡ്സ് ആയിട്ടാണ് കാണുന്നത്. ആ വേർഡ്സിനെ നമ്മൾ സെന്റൻസ് ആയിട്ട് വായിക്കുന്നു. അപ്പം നമ്മളൊരു മീനിങ് ഫുൾ പാറ്റേൺ, അതിന്റെ മീനിങ് കൊടുത്തിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അപ്പം അതാണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ അതിന് വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഓബ്ജക്റ്റിന് കാണുന്ന സമയത്ത്, ഇപ്പം ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു വെഹിക്കിൾ കാണുന്ന സമയത്ത് നമ്മൾ അതിനൊരു വെഹിക്കിൾ ആയിട്ട്, ഇപ്പൊ ഒരു ബസ് അല്ലെങ്കിൽ ഒരു കാർ കാണുന്ന സമയത്ത് അത് നമ്മൾ കാറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അല്ലാണ്ട് അതിനെ വേറെ ഇപ്പം ദാറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് വീൽസ് അല്ലെങ്കിൽ ഒരു ബോഡി അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ക്വിക്ലി വി പെർസീവ് ഇറ്റ് ആസ് എ കാർ, അല്ലെങ്കിൽ അതിനൊരു മീനിങ് ഫുൾ ഓബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതാണ് പാറ്റേൺ റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെന്റൽ പ്രോസസ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ മെയിൻ ആയിട്ടുള്ള റിസർച്ച് വരുന്നത് ഈ ഒരു കോൺസെപ്റ്റ്സിലൂടെയൊക്കെയാണ്. നെക്സ്റ്റ് വൺ ഈസ് അറ്റൻഷൻ. സോ അറ്റൻഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഫോക്കസിങ് ഓൺ സർട്ടൈൻ ഓബ്ജക്ട്സ് വൈൽ ഇഗ്നോറിങ് സം അതേഴ്സ്. സർട്ടൈൻ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സർട്ടൈൻ കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുകയും സെലക്റ്റീവ് ആയിട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക, കൂടുതൽ എന്താ പറയാ അറ്റൻഷൻ, കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയും വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുന്നതാണ് അറ്റൻഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. സോ ആസ് വി ഓൾറെഡി സെഡ്, അറ്റൻഷൻ എന്നുള്ള പ്രോസസ്സ് വളരെ എസെൻഷ്യൽ ആണ്. കാരണം നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ എൻവയോൺമെന്റിൽ അത്രയും സ്റ്റിമുലേ ഉണ്ട്, അത്രയും കാര്യങ്ങളുണ്ട്, നമുക്ക് എന്താ പറയുക അത്രയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും എന്താ പറയുക അറ്റൻഡ് ചെയ്യുക, പെർസീവ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ളൂ. സോ ഈ ഒരു ലിമിറ്റഡ് കപ്പാസിറ്റിയിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യണം, എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ പെർസീവ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ മാത്രമേ അറ്റ് എ ടൈം എടുക്കാൻ പറ്റുള്ളൂ. സോ അറ്റൻഷൻ എന്നുള്ളൊരു പ്രോസസ്സ് നമ്മൾ അതിനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മൾ അറ്റൻഷൻ ചെയ്യുന്നതിലൂടെ നമ്മുടെ ബാക്കിയുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സ് ഒക്കെ നമുക്ക് എന്താ പറയുക എഫിഷ്യന്റ്ലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ റീസണിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ കുറച്ച് എഫിഷ്യന്റ് ആയിട്ട് നടക്കാൻ വേണ്ടി അറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് കോൺഷ്യസ്നെസ്. സോ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ കറന്റ് അവയർനെസ്. എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സർക്കംസ്റ്റാൻസസിനെ കുറിച്ചുള്ള കറന്റ് അവയർനെസ് ആണ്. അതായത് നമ്മളിപ്പോ എക്സ്റ്റേണൽ, ഇപ്പൊ ഞാനിപ്പോ എവിടെയാണ്, ഇപ്പൊ ഞാൻ ഏത് സിറ്റുവേഷനിലാണ് ഉള്ളത്, വാട്ട് ഇസ് ദ ടൈം നൗ, വാട്ട് ഇസ് ദ വെദർ നൗ, ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക എക്സ്റ്റേണൽ സിറ്റുവേഷൻസിനെ കുറിച്ചുള്ള ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇന്റേണൽ സിറ്റുവേഷൻസിൽ, ഇന്റേണൽ കാര്യങ്ങളെ കുറിച്ചുള്ള കോൺഷ്യസ്നെസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വാട്ട് am I feeling right now, ഞാൻ ഓക്കെ ആണോ, ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ, പിന്നെ ഈ ഒരു സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇപ്പം സമയം, ഇപ്പൊ നമ്മൾ എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ്സിൽ നമുക്ക് പറയാൻ പറ്റും വാട്ട് ഇസ് ദ ടൈം നോ, ഓക്കെ ഇപ്പൊ ടൈം ഒരു 11 PM ആയിട്ടുണ്ട്, ഓക്കെ 11 PM ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്റേണൽ കോൺഷ്യസ്നെസ് ആണ്, നമ്മുടെ ഇന്റേണൽ അവയർനെസ് ആണ്, ഓക്കെ 11 PM ആയിട്ടുണ്ട്, ഇറ്റ്സ് ടൈം ഫോർ മീ ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങാനുള്ള സമയം. സോ ഇതാണ് നമ്മുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അവയർനെസ് എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളും, ഇതാണ് നമ്മൾ കോൺഷ്യസ്നെസ് എന്നുള്ളൊരു ടേമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളും അവെയർ ആവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ അതിലും ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് മെമ്മറി. സോ മെമ്മറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അക്വയറിംഗ്, സ്റ്റോറിങ് ആൻഡ് റിട്രീവിങ് ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻ നമ്മൾ അക്വയർ ചെയ്യുക, പിന്നെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. നമുക്ക് 2 ടൈപ്സ് ഓഫ് മെമ്മറി ആണുള്ളത്. ലോങ് ടേം മെമ്മറി ഉണ്ട്, അതേപോലെ തന്നെ ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്. ഇതിൽ രണ്ടിലുമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ലേറ്റർ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മളത് റിട്രീവ് ചെയ്യും. ഇതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ റിട്രീവൽ പ്രോസസ് ഒക്കെ നടക്കുന്നത്. ഇതിനൊന്നും ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. സോ നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്.
സോ ഈ ഒരു മെമ്മറിയിലും അതേപോലെ തന്നെ പവർഫുളും അതേപോലെ തന്നെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് മെമ്മറി, പിന്നെ അതിന്റെ സ്റ്റോറേജും റിട്രീവലും ഒക്കെ. സോ ഇതൊക്കെ കോഗ്നേറ്റീവ് സൈക്കോളജിയിൽ മെയിൻ ആയിട്ട് വരുന്നതാണ്. സോ ഇതില് മെമ്മറി ആൻഡ് പെർസെപ്ഷൻ ഓൾവേസ് വർക്ക് ടുഗെദർ. അതായത് മെമ്മറി, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഗ്നേറ്റീവ് സൈക്കോളജിയിലുള്ള എല്ലാ കാര്യങ്ങളും മോസ്റ്റ് ഓഫ് ദ പ്രോസസ്സും ഇന്റർ റിലേറ്റഡ് ആണ്. അത് ഒരു 2-3 പ്രോസസ്സ് ഒരുമിച്ചാണ് നടക്കുക, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേറെ 2-3 പ്രോസസ്സ് ഉണ്ടാവും. ദാറ്റ്സ് ഹൗ മെമ്മറിനെ എപ്പോഴും മെമ്മറിയും പെർസെപ്ഷനും ഓൾമോസ്റ്റ് എപ്പോഴും ഒരുമിച്ചാണ് നടക്കുക, ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഒരു കാര്യം നമ്മുടെ മെമ്മറിയിലോട്ട് നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ അതിനെ ഫസ്റ്റ് പെർസീവ് ചെയ്യണം, നമ്മൾ അത് ഇന്റർപ്രറ്റ് ചെയ്യണം. സോ മെമ്മറി ആൻഡ് പെർസെപ്ഷൻ വർക്ക് ടുഗെദർ. നെക്സ്റ്റ് വൺ ഈസ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ്. റെപ്രസെന്റേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇൻഫോർമേഷനെ സിംപിളൈസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു സ്റ്റിമുലേ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ സിംപിളൈസ് ചെയ്ത് മനസ്സിലാക്കുന്നത്, പിന്നെ ഓൾറെഡി നമ്മളെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷനായിട്ട് എങ്ങനെയാണ് അതിനെ കമ്പൈൻ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് അതിനെ നമ്മൾ എന്താ പറയാ പ്രോസസ് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. അതായത് ഒരു ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ മെമ്മറിയിലായിട്ട് ഓക്കെ ഈ കാര്യങ്ങൾ എനിക്ക് ഓൾറെഡി അറിയാം, ഈ കാര്യങ്ങളോട് എങ്ങനെ അതിനെ കമ്പൈൻ ചെയ്യാം, പിന്നെ അതിനെ പ്രോസസ് ചെയ്ത് മൊത്തത്തിൽ ഈ ഒരു ഓക്കെ ഇപ്പൊ വന്ന ഇൻഫോർമേഷനും ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻഫോർമേഷനും തമ്മിൽ ഓർഗനൈസ് ചെയ്യുക, അതിനെ ഒരുമിച്ചാക്കുക, പിന്നെ അതിനെ ലേറ്റർ യൂസ് ചെയ്യാനുള്ള രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുക, അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇമേജറി. ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ മെന്റൽ ഇമേജസ് എന്ന് പറയാൻ പറ്റും. അതായത് ഇന്റേണൽ റെപ്രസെന്റേഷൻ ഓഫ് നോളജ് ആണ്. അതായത് ഒരു നോളജിനെ നമ്മൾ ഇന്റേണലി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ആപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ഒരു ഇമേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂം എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇമേജ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. സോ അതാണ് ഇമേജറി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വരുന്നത്. സോ ഇതിന്റെ അകത്ത് നമുക്ക് കൊഗ്നിറ്റീവ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, നമുക്ക് എന്താ പറയാ നമ്മുടെ മൈൻഡിൽ ഒരു മാപ്പ് ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്കൂൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ മാപ്പ് ഇൻ യുവർ മൈൻഡ്. ആ സ്കൂളിലോട്ട് എങ്ങനെയാണ് പോവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്കൂളിലോട്ടുള്ള വഴി എങ്ങനെയാണ്, ഏത് ടേൺ എടുക്കണം, എത്ര ഡിസ്റ്റൻസിനാണ് അതുള്ളത്, അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോഗ്നിറ്റീവ് മാപ്പ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അതാണ് ഈ ഇമേജറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. സോ ഇമേജറി പറയുവാണെങ്കിൽ ദേ ആർ മെന്റൽ ഇമേജസ്. കാര്യങ്ങളെ കുറിച്ചുള്ള നോളജിനെ കുറിച്ചുള്ള ഒരു ഇന്റേണൽ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഇമേജസ് ആണ് ഇമേജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഇസ് ലാംഗ്വേജ്. സോ ലാംഗ്വേജ് എന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷന് മാത്രമല്ല, ഇൻഫർമേഷനെ നമുക്ക് അക്വയർ ചെയ്യാൻ, അതായത് പുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ലാംഗ്വേജ് വളരെ എസെൻഷ്യൽ ആണ്. സോ ലാംഗ്വേജ് പ്രൊഡക്ഷനും ലാംഗ്വേജ് കോംപ്രഹെൻഷനും മേജർ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് പ്രോസസ് ആണ്. സോ അതിലും ഒരുപാട് തരത്തിലുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. അതിന്റെ ബേസിലാണ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയിലുള്ള പല തിയറീസും അതുപോലെ തന്നെ പല കോൺസെപ്റ്റ്സും ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജിനെ എഫക്ട് ചെയ്യുന്ന ബ്രെയിൻ പാർട്സ് ഏതൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ റിസർച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഫൈൻഡിങ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് എന്താ പറയാ പുതിയ തിയറീസും ഒരുപാട് പുതിയ എന്താ പറയാ റിസർച്ചും അതേപോലെ ഒരുപാട് പുതിയ ഇന്റർവെൻഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ഡെവലപ്മെന്റൽ സൈക്കോളജി. ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജി തന്നെ ഉണ്ട്. അതെന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ അവരുടെ ലൈഫ് സ്പാനിൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവര് ഓരോ കാര്യങ്ങളിലും ഗ്രോ ചെയ്യുന്നത്. അതാണ് നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഓഫ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയിൽ തന്നെ സ്റ്റഡി ചെയ്യുന്നത്. സോ ഡെവലപ്മെന്റൽ കൊഗ്നിറ്റീവ് സൈക്കോളജിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ഡെവലപ്മെന്റൽ കൊഗ്നിറ്റീവ് സൈക്കോളജി എന്തൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് ഓവർ ടൈം ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് ഫ്രം ചൈൽഡ്ഹുഡ് ടു അഡൽട്ട്ഹുഡ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ കൊഗ്നിറ്റീവ് എബിലിറ്റീസ് എങ്ങനെയാണ് മെച്യൂർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് എബിലിറ്റീസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ കൊഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഉണ്ടാവുന്ന ലാംഗ്വേജ് കോംപ്രഹെൻഷൻ അല്ല ഒരു അഡൽട്ട്ഹുഡ് എത്തുമ്പോൾ നമുക്ക് ഉണ്ടാവാം. ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന
പവർ ആയിരിക്കില്ല, മെമ്മറി റിട്ടൻഷൻ ആൻഡ് മെമ്മറി റിട്രീവൽ കപ്പാസിറ്റി ആവില്ല ഒരു അഡൾട്ട്ഹുഡ് അല്ലെങ്കിൽ അഡൾട്ട്ഹുഡ് കഴിഞ്ഞ് പിന്നെ ലേറ്റർ ലൈഫിൽ ഉണ്ടാവുക. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് ലൈഫ് സ്പാനിൽ നമ്മൾ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ കൊഗ്നേറ്റീവ് സ്ട്രക്ചേഴ്സിന് ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ കൊഗ്നേറ്റീവ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ഇതൊക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ കൊഗ്നേറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ഡൊമൈനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതും നമ്മൾ സ്റ്റഡി ചെയ്യുന്നതും. നെക്സ്റ്റ് വൺ ഈസ് തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ. തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു കൊഗ്നേറ്റീവ് പ്രോസസ് ആണ് തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ന്യൂ മെന്റൽ റെപ്രസെന്റേഷൻസ് സ്റ്റിമുലേന്ന് ഫോം ചെയ്യുക. അതായത് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷനെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ന്യൂ മെന്റൽ റെപ്രസെന്റേഷൻസ് ഉണ്ടാക്കുക, പിന്നെ ന്യൂ കോൺസെപ്റ്റ്സ് ഡെവലപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിൽ വരുന്നത്. കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നോളജിനെ ഒരുമിച്ചിട്ട് ഒരു കോൺസെപ്റ്റ് ആക്കുക, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺസെപ്റ്റ് ഫോർമേഷനിൽ വരുന്നത്. സോ കോൺസെപ്റ്റ് ഫോർമേഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കൊഗ്നിറ്റീവ് പ്രോസസ്സിൽ വരുമ്പോൾ കോൺസെപ്റ്റ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഇൻഫോർമേഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യാനും വെച്ചാൽ ഓക്കെ ഇൻഫോർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ഓക്കെ അത് ഇതാണ്, അല്ലെങ്കിൽ കാര്യങ്ങളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ കോൺസെപ്റ്റ് ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ തിങ്കിങ് ആൻഡ് കോൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൊമൈൻ ആണ്. നെക്സ്റ്റ് വൺ ഇസ് ഹ്യൂമൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഹ്യൂമൻ ഇന്റലിജൻസിനെ കുറിച്ചും നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യണം. കാരണം കൊഗ്നീഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സ് അല്ലെങ്കിൽ കൂടെ ഇന്റലിജൻസ് കൊഗ്നീഷനിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പം ഹ്യൂമൻ ഇന്റലിജൻസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്? ഹ്യൂമൻ ഇന്റലിജൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, എന്താ പറയുക, എബിലിറ്റി ടു അക്വയർ നോളജ് നമുക്ക് വേണമെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാം. സോ ഈ ഒരു ഹ്യൂമൻ ഇന്റലിജൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ എന്താ പറയുക എബിലിറ്റി ടു അക്വയർ നോളജ്, അക്വയർ ചെയ്യാനുള്ള കഴിവ്, അതായത് നോളജിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ്, പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ള നോളജിനെ റീകോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി, പിന്നെ ലേറ്റർ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അതിനെ യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, പിന്നെ കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതൊക്കെയാണ് ഹ്യൂമൻ ഇന്റലിജൻസിൽ വരുന്നത്. കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺക്രീറ്റ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ ഡയറക്ട്ലി ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്ട്ലി സെൻസറി സ്റ്റിമുലേനെ കണ്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന, ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കോൺക്രീറ്റ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡയറക്ട്ലി എന്താ പറയുക എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് മെന്റലി മാത്രമേ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂ. അത് മെന്റലി മാത്രമേ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റൂ. അതാണ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് കോൺസെപ്റ്റ്സ് വരുന്നത് നമുക്ക് എല്ലാ ഒബ്ജക്ട്സും നമുക്ക് കോൺക്രീറ്റ് കോൺസെപ്റ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ചെയർ, ബാഗ്, ഒരു ബുക്ക്, ടേബിൾ, ഇങ്ങനത്തെ ഓബ്ജക്ട്സിനൊക്കെ നമുക്ക് എന്താ പറയുക ഒരു കോൺക്രീറ്റ് കോൺസെപ്റ്റ്സ് ആണെന്ന് പറയാം. നമുക്ക് നമ്മൾ ഡയറക്ട്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പം കോൺസെപ്റ്റ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് വരും. അതായത് ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഇന്റലിജൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണണം അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അത് എന്താന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ ഇറ്റ്സ് ജസ്റ്റ് മെന്റലി ഉള്ള കാര്യങ്ങൾ, മെന്റലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗഡേയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആൻഡ് അതിന്റെ ഒരു ട്രെൻഡിങ് ടൈമിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹ്യൂമൻ ഇന്റലിജൻസും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ കൊഗ്നിറ്റീവ് സൈക്കോളജിയിലുള്ള ഒരുപാട് റിസർച്ചും ഒരുപാട് എന്താ പറയുക ഇന്റർവെൻഷൻസും നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ ഇന്റലിജൻസിലെ മെഷീൻസിന് കൊടുക്കുക, അല്ലെങ്കിൽ മെഷീൻസിനെ ഹ്യൂമൻ ഇന്റലിജൻസിനെ അക്വയർ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഹ്യൂമൻ ഇന്റലിജൻസിനെ മെഷീൻസിലോട്ട് കണക്ട് ചെയ്യുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വരുന്നത്. അതായത് ഹ്യൂമൻ ഇന്റലിജൻസിൽ വരുന്ന കാര്യങ്ങൾ, അതായത് എന്താ പറയാ തിങ്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്, അതായത് കോൺസെപ്റ്റ്സിനെ മനസ്സിലാക്കുക, പിന്നെ കോൺസെപ്റ്റ്സിനെ എന്താ പറയുക ലാംഗ്വേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ഇന്റലിജൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ മെഷീൻസിലോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. സോ കോഗ്നിറ്റീവ് സയൻസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് റിസർച്ചസ് ഇപ്പൊ നടക്കുന്നുണ്ട്. അതാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫ്യൂച്ചറുള്ള ഒരു ഏരിയ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് കോഗ്നിറ്റീവ് സയൻസിന്റെ ഒരു കൊളാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം കോഗ്നിറ്റീവ് സയൻസിന്റെ ഡെവലപ്മെന്റിലാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപാട് ഇൻഫ്ലുവൻസും ഉണ്ട്. അപ്പം ഇതാണ് നമ്മൾ ഇന്ന് മേജർലി നോക്കിയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കൊന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം.
സോ നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുള്ളത് കൊഗ്നിഷൻ എന്താണ്, അതേപോലെ തന്നെ കൊഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിംപ്ലി പറയുവാണെങ്കിൽ ദ പ്രോസസ് ഓഫ് നോയിങ് അല്ലെങ്കിൽ അക്വയറിംഗ് നോളജ് ആണ്. ആൻഡ് കൊഗ്നേറ്റീവ് സൈക്കോളജി എന്താണെന്നായിരുന്നു നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് മെന്റൽ എബിലിറ്റീസ്, ദറ്റ് ഇസ് പെർസെപ്ഷൻ, അറ്റൻഷൻ, ലേണിംഗ്, മെമ്മറി, ഇങ്ങനെയുള്ള മെന്റൽ എബിലിറ്റീസിന്റെ ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ആൻഡ് ഐ ആം ആഡിങ് ഒരു കോൺസെപ്റ്റ് ഒന്നും കൂടെ ആഡ് ചെയ്യണത്, ആൾഡ്രിക് മേസൺ ആണ് നമ്മുടെ കൊഗ്നേറ്റീവ് സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്നത്. ആൻഡ് ഹി കോയിൻഡ് ദ ടേം കൊഗ്നേറ്റീവ് സൈക്കോളജി. പിന്നെ നമ്മൾ നോക്കിയിട്ടുള്ളത് കോമ്പണൻസ് ഓഫ് കൊഗ്നേറ്റീവ് സൈക്കോളജി. കൊഗ്നേറ്റീവ് സൈക്കോളജിയിൽ എന്തൊക്കെ പ്രോസസ്സാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രോസസ്സിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പ്രോസസ്സിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് കോമ്പണൻസ് എന്നുള്ള ഒരു ഏരിയയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഡൊമൈൻസ് ഓഫ് കൊഗ്നേറ്റീവ് സൈക്കോളജി ആണ് ഡിസ്കസ് ചെയ്തത്. ഡൊമൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ഏരിയാസ് ഓഫ് റിസർച്ച് ഏതൊക്കെയാണ്, നമ്മുടെ കൊഗ്നേറ്റീവ് സൈക്കോളജിയിലുള്ള കൺക്ലൂഷൻസും അതേപോലെ തന്നെ ഇൻഫറൻസസ് ഒക്കെ ഏതൊക്കെ ഏരിയാസിൽ റിസർച്ച് നടത്തിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഡൊമൈൻസ് ഓഫ് കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിൽ നോക്കിയിട്ടുള്ളത്. സോ ഇതാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു കൊഗ്നേറ്റീവ് സൈക്കോളജി. സോ കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ്. സോ സൈക്കോളജിനെ മനസ്സിലാക്കുന്ന സമയത്ത് കൊഗ്നേറ്റീവ് സൈക്കോളജി എന്നുള്ള ഒരു ഏരിയയെ കുറിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, അതിലെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ നല്ലപോലെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മളിപ്പോ പറഞ്ഞ പോലെ കോമ്പണൻസ് ഓഫ് കൊഗ്നേറ്റീവ് സൈക്കോളജി നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലുള്ള പ്രോസസ് ഒക്കെ, അതായത് ലേണിംഗ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് സെമസ്റ്റർ 2 സയൻസ് ഓഫ് മെന്റൽ പ്രോസസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പറിൽ നെക്സ്റ്റ് യൂണിറ്റ്സ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. സോ അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ താങ്ക് യു.